നമസ്കാരം മക്കളെ, സുബർ സാറാണ്. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് നിങ്ങൾ ബോർഡിൽ കാണുന്നത്. ഇപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റൻസുകൾ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. ഇത് ഏത് ചാപ്റ്ററിലാണെന്ന് വല്ലതും മനസ്സിലാവുന്നുണ്ടോ നോക്കിക്കേ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 2 - 3 4 ആൻഡ് പാരലൽ ടു ദ വെക്ടർ 3i + 4j - 5k. അപ്പൊ ഇത് വെക്ടേഴ്സ് എന്ന ചാപ്റ്ററിലാണ് അല്ല, ഇത് നമ്മുടെ 3 ഡയമെൻഷണൽ ജോമെട്രിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. പക്ഷെ വളരെ ഈസിയാണ് കേട്ടോ. ഇത് പഠിക്കാത്തത് കൊണ്ട് പല കുട്ടികൾക്കും ബുദ്ധിമുട്ടാകുന്നേ ഉള്ളൂ. ഞാൻ ഒന്ന് ചെയ്ത് കാണിക്കാം. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്നാണ് കേട്ടോ. നമ്മുടെ ലൈൻ ഇക്വേഷൻ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. R = a + λb എന്നാണ് ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ നമ്മുടെ ഇക്വേഷൻ 3D. ഇതതിന്റെ വെക്ടർ ഫോം ആണ് കേട്ടോ. 2 ഫോംസ് ഉണ്ട്, വെക്ടർ ഫോം ഉണ്ട്, കാർട്ടീഷ്യൻ ഫോം ഉണ്ട്. ഇത് വെക്ടർ ഫോം ആണ്. ഇവിടെ നമുക്ക് വേണ്ട ഇത്രയേ ഉള്ളൂ പോലെ എ വേണം, ബി വേണം. ഈ എയും ബി ഉണ്ടെങ്കിൽ ഈ പ്രോബ്ലം തീർന്നു. എ എങ്ങനെ നോക്കിക്കോണേ. എ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനുള്ളിലെ ഈ പാസിംഗ് ത്രൂ കണ്ടോ 2 - 3 4. ഇയാൾക്ക് ഐ കൊടുക്കുക, ഇയാൾക്ക് ജെ കൊടുക്കുക, ഇയാൾക്ക് കെ കൊടുക്കുക, കഴിഞ്ഞു. ദാറ്റ് ഈസ് 2i ഉണ്ടോ, ഐക്ക് ഉണ്ടല്ലോ 2i -3ക്ക് ജെ -3j. വെറും 4 മീൻസ് +4 ആണ്. അപ്പൊ +4k അത്രയേ ഉള്ളൂ എ. ഇനി പാരലൽ ടു എ വെക്ടർ, ഇതാ നമ്മുടെ ബി. ഈ ബി എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ബി = 3i + 4j - 5k. കഴിഞ്ഞു. ഇനി അങ്ങോട്ട് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് R = എക്ക് പകരം ആരാമനെ എ എന്ന് പറഞ്ഞാൽ 2i - 3j + 4k + λ × ബിക്ക് പകരം 3i + 4j - 5k. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. കണ്ടോ, R = a + λb. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റൻസുകൾ വളരെ ഈസി ആണെങ്കിലും നിങ്ങൾ തിരിച്ചറിയാത്തതിന്റെ പേരിൽ പഠിച്ചിട്ടില്ല. കുറെ ക്വസ്റ്റൻസുകൾ ഈ ചാപ്റ്ററിൽ നമുക്ക് 3D എന്ന് പറയുമ്പോൾ ഒറ്റ ക്വസ്റ്റനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം പോകരുത്. അതിനുള്ളിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളൊക്കെ പഠിക്കണം കേട്ടോ. ആയെങ്കിലും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസും അങ്ങനെയൊക്കെ പഠിച്ചാൽ മതി, ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ചെയ്യുക. ഇനി ഇങ്ങനെ ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് നിങ്ങളുടെ മുന്നിലെത്തും. ഗുഡ് ബൈ.